ഞാൻ അലക്സ് കെ പോൾ. അഫ്യാഷിപ്പിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കരഭൂമിയിൽ നട്ട പടവലത്തിൻ്റെ വിളവെടുപ്പാണ് കാണിക്കുന്നത്. നല്ല വലിയ കായകൾ, ഏതാണ്ട് 1.25 കിലോയോളം വലിപ്പമുള്ള കായകളാണ് നമുക്ക് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. എത്ര സുന്ദരമായ കാഴ്ച അല്ലേ! നമുക്ക് ഇതൊരു വലിയ സന്തോഷമാണ്. ഒപ്പം വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ലഭിക്കും. പിന്നെ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ കിലോ കണക്കിന് കായകൾ നമുക്ക് കടകളിൽ കൊടുക്കുവാൻ സാധിക്കും. ഇത് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ, നമ്മുടെ തൊടിയിൽ നട്ടു വളർത്തി പരിപാലിച്ച് ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു പച്ചക്കറി തന്നെയാണ്. നല്ല കായ്ഫലം നമുക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. ഇത് വെച്ച് നല്ല ഉണക്കക്കൊഞ്ച് ചേർത്ത് തീയലോ തോരൻ വെക്കാനോ ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. മറ്റൊരു കറിയും നമ്മൾ അന്വേഷിക്കില്ല. പിന്നെ സാമ്പാറിലെ പ്രധാന ചേരുവയാണ്. പിന്നെ അവിയലിന് നമുക്ക് പ്രധാന വിഭവമാണ് പടവലം. ഒത്തിരി പോഷക സമൃദ്ധമാണ് പടവലങ്ങ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പടവലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ പാടത്തും നദിയുടെ കരയിലുമൊക്കെ ഇത് വിളയൂ, ഇത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ എന്നൊരു തെറ്റായ ധാരണ പൊതുവെ നമുക്കൊക്കെയും നമ്മുടെ വീട്ടമ്മമാർക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നല്ല. നമുക്ക് അത്യാവശ്യം ഒന്ന് ശ്രദ്ധ കൊടുത്താൽ വീട്ടിൽ തന്നെ, അതായത് നമ്മൾ ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരാണെങ്കിൽ പോലും അവിടെ നമുക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതിൻ്റെ വിത്ത് ലഭിച്ചത് പത്തനംതിട്ട വ്യവസായ മേള നടന്നപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാളിൽ വിത്തുകൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. കൂടാതെ കിഴവള്ളൂർ പള്ളിപ്പടിക്ക് സമീപം ബ്ലോക്ക് ഓഫീസിന് താഴെ വിത്തുകൾ ലഭിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നും ഏതാനും വിത്തുകളും വാങ്ങിയിരുന്നു. പിന്നെ ഈറ നമ്മൾ ബാംബു കോർപ്പറേഷൻ്റെ ഓഫീസിൽ ബുക്ക് ചെയ്ത് അത് മല്ലശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്നു. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്! നമുക്ക് ഇത് വിളവെടുത്ത് സത്യത്തിൽ ഇതിൻ്റെ ഒരു 4 കായ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ഒരു ആത്മസംതൃപ്തിയുണ്ട്. പിന്നെ ഫുള്ളി നമ്മളങ്ങ് എൻഗേജ്ഡ് ആകും. ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ പോയിരുന്ന് കള പറിക്കുകയും വളമിടേണ്ട സമയത്തും വെള്ളം ഒഴിക്കേണ്ട സമയത്തും ഒക്കെ നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ എൻഗേജ്ഡായി. ഒത്തിരി സന്തോഷം തരുന്ന ഒന്നാണ് കൃഷി, അതും പച്ചക്കറി കൃഷി. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ പാവലും കൃഷി ചെയ്തിരുന്നു. അതും നല്ല വിളവ് നൽകുന്നുണ്ട്. ഇതിൻ്റെ പുതിയ കായകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഈ വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു ആശയം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അഫ്യാഷിപ്പ് നിങ്ങളെ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വീട്ടിൽ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക. അഫ്യാഷിപ്പിൻ്റെ ആശയവും ഇത് തന്നെയാണ്. വിഷരഹിതമായ പച്ചക്കറികൾ, കീടനാശിനികൾ പ്രയോഗിക്കാത്ത പച്ചക്കറികൾ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കണം. അന്യസംസ്ഥാനങ്ങൾ നമ്മയൊക്കെ അമിത അളവിൽ കീടനാശിനികൾ പ്രയോഗിച്ചിരിക്കുന്ന പച്ചക്കറികൾ തന്ന് നമ്മുടെ തലമുറയും നമ്മെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഒരു പ്രചോദനമാകുവാനായിട്ട് വീണ്ടും അഫ്യാഷിപ്പ് കാട്ടുന്നതായിരിക്കും. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഉത്സാഹത്തോടെ തൊടിയിൽ ഇതുപോലെ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.